ഒരു വ്യക്തിക്ക് എങ്ങനെ കൊല്ലാൻ പറ്റും അങ്ങനെയാണ് ആ മോള് ആ ഉമ്മനെ കൊന്നത്. അതൊക്കെ നിങ്ങളോട് പറയാനില്ലേ, സ്വന്തം ഉമ്മനെ നോക്കാൻ പറ്റുന്നില്ലേ, സ്വന്തം ഉപ്പനെ നോക്കാൻ പറ്റുന്നില്ലേ, സ്വന്തം ആങ്ങളമാരെ നോക്കാൻ പറ്റുന്നില്ലേ, എവിടെയെങ്കിലും ആക്കി കൊടുക്കും, അവര് നോക്കും. പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തിനെ കൊല്ലരുത്. കുറച്ചുകൂടെ കണ്ണിന് ചോരയോ അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്ന സാധനം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകണ്ട. ഒന്നുമില്ലെങ്കിൽ ഇത്രയും കാലം പോറ്റി വളർത്തി, പൊന്നുപോലെ പോറ്റി വളർത്തി നീയാവും മോള ദുബായിൽ ജനിച്ച് വളർപ്പിച്ച് അതില് സ്വന്തം പോലെ നോക്കി എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ആക്കിക്കളഞ്ഞല്ല. ഈ പെൺകുട്ടിയുടെ വാക്ക് എത്രത്തോളം ദുഃഖകരമായൊരു വാക്കാണെന്ന് നോക്കണം. കാരണം സ്വന്തം ഉമ്മയെ പട്ടിണി കിടത്തിക്കൊണ്ട് അവസാനം ഉമ്മ മരണപ്പെട്ട ആ സങ്കടം പറയുകയാണ്. ആ പെൺകുട്ടി പറയുന്ന ഓരോ വാക്കുകൾ വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. നമ്മുടെ മാതാപിതാക്കൾ അല്ലേ, അള്ളാഹു നമുക്ക് തന്ന വലിയ മുത്താണ്. നമ്മുടെ ഈ ജീവിതത്തിൻ്റെ എല്ലാം അവരാണല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക്. എന്തോ ആ പെൺകുട്ടി ഫിൻസ എന്നോ പേരോ. ആ പെൺകുട്ടി അത്രയും സാമ്പത്തികമുണ്ടായിട്ട് പോലും ഉമ്മ രോഗിയായിട്ട് പോലും പട്ടിണി കിടത്തിക്കൊണ്ട് ഉമ്മയെ കൊന്നുകളഞ്ഞെന്ന ഈ ഒരു പെൺകുട്ടിയുടെ ആ സങ്കടം, ആ വിഷമം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ഒരാൾ ചോദിച്ചു, ഒരു സ്വഹാബി, യാ റസൂലല്ലാഹ്, ഞാൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെരുമാറേണ്ടത് ആരോടാണ് നബിയെ എന്ന ചോദ്യം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോടാണ്. സുമ്മ മൻ യാ റസൂലല്ലാഹ്, പിന്നെ ആരോടാണ്? ആദ്യം ഉമ്മക്ക് കൊടുക്ക സ്ഥാനം. രണ്ടാമത് ആരോടാണ്? അപ്പോഴും പറഞ്ഞു ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോടാണ്. വീണ്ടും മുത്തായ റസൂൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് സുമ്മ മൻ, പിന്നാരാണ്? മൂന്നാമത്തെ ചോദ്യത്തിനും മറുപടി ഉമ്മുക്ക, നിൻ്റെ ഉമ്മയോടാണ്. നാലാമതും ചോദിച്ചു, സുമ്മ മൻ, പിന്നാരോടാണ്? അബൂക്ക്, പിന്നെ നിൻ്റെ ഉപ്പയോടാണ്. ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് അങ്ങനെയാണ്. 10 മാസം വേദനം ചുമന്നതും ആ ഉമ്മയാണ്, പ്രസവിച്ചതും ആ ഉമ്മയാണ്. എങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സമ്പത്തും ഐശ്വര്യവും എല്ലാം തന്നിട്ട് പോലും ആ ഉമ്മയുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ സാധിക്കുന്നു? എത്ര വിഷമമുള്ള കാര്യമാണ് ഒരു ഉമ്മയെ, അല്ലേ? ഒരു ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് ഉമ്മയുടെ കടപ്പാട്. കാരണം ഉമ്മാക്ക് എല്ലാം ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും എൻ്റെ ഉമ്മ എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഉമ്മയോട് എനിക്ക് കടമയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ കാളിൻ്റെ തുടയുടെ ഇറച്ചെടുത്ത് അത് ഭക്ഷണമാക്കി നിൻ്റെ ഉമ്മാക്ക് കൊടുത്താൽ പോലും നിൻ്റെ ഉമ്മയോടുള്ള കടമ തീരൂല എന്നാണ് നമുക്ക് പഠിച്ചത്. നിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം, ഉമ്മായുടെ ഭാഗത്ത് ന്യായമില്ലെങ്കിലും നീതിയില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നിനക്കുമ്മയാണ്, നിന്നോട് ഉമ്മാക്ക് നീതി കാണിക്കണമെന്നില്ല. മക്കൾക്കിടയിൽ മാതാപിതാക്കൾ അള്ളാഹു നമുക്ക് തന്ന നമ്മുടെ എല്ലാമാണ് നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത്. അവർക്ക് കൊടുക്കേണ്ട സ്നേഹം അത് നാം കൊടുക്കണം. വലിയ ആബിദായിരുന്നല്ലോ ജുറൈജ്. 24 മണിക്കൂറും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ച ഒരാൾ. ഒരു ദിവസം ഉമ്മ പോയി ജുറൈജിനെ വിളിച്ചൊരു സംഭവം നാം പഠിച്ചവരാണ്. നമസ്കാരത്തിലാണ്. അപ്പോൾ ചിന്തിച്ചു, ഉമ്മ വിളിക്കുന്നുണ്ട്, ഉമ്മയേക്കാൾ വലുത് നമസ്കാരമല്ലേ എന്ന് ചിന്തിച്ച് ഉമ്മ വിളിച്ചതിന് മറുപടി കൊടുത്തില്ല. ഉമ്മാക്ക് വിഷമായി. ആ ഒറ്റ കാരണം കൊണ്ട് ജുറൈജ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എല്ലാം തകർന്നു പോയില്ലേ? അവസാനം ജുറൈജിനൊരിക്കൽ ഒരിക്കലും ജുറൈജ് റളിയല്ലാഹു അൻഹു വെറുപ്പോട് കൂടി കണ്ട ഒരു അന്യ സ്ത്രീയെപ്പോലും നോക്കാതെ ആ ജുറൈജിൻ്റെ മുമ്പിലാണ് ഒരു സുന്ദരിയായ പെണ്ണ് നഗ്നയായി വന്ന് പറയുന്നത്, എന്നെ വ്യഭിചരിക്കും. ഇതൊന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ പറയുമ്പോൾ നിസ്സാരമായി തോന്നും. പക്ഷേ മഹാരഥന്മാർ, അവർ കണ്ണുകൊണ്ട് ഒരു അന്യസ്ത്രീയെപ്പോലും നോക്കാത്തവർ, അവരങ്ങനെ കാണുന്നത് അത് വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന, വല്ലാത്ത വേദനിപ്പിക്കുന്ന, കൊല്ലുന്നതിനേക്കാൾ വലിയ പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമാണ്. വലിയ സങ്കടമായി ജുറൈജിന്. അവിടെ നാട്ടി ഓടിച്ചു. എന്നാൽ അവൾ വേറെ ഒരാളെ പോയി സമീപിച്ച് അവൾ ഗർഭിണിയായി. എന്നിട്ടോ, ഇതാരാണ് നിന്നെ ഗർഭം ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ നാടാകെ പറഞ്ഞു നടന്നത്, ഇത് ജുറൈജാണ്, നിങ്ങളേറ്റവും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ജുറൈജാണ് ഈ പണി ചെയ്തത് എന്ന്. കാരണം ജുറൈജ് റളിയല്ലാഹു അൻഹു താമസിക്കുന്ന ആ സ്ഥലത്ത് വന്ന്
അവിടെ കുഴപ്പമുണ്ടാക്കുകയും അവിടെ അടിച്ച് വലിയ പ്രശ്നമുണ്ടായ സംഭവം ചരിത്രം എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്കറിയാം. ഇത്രയും നാണക്കെടേണ്ട വന്നത് എന്തുകൊണ്ടാണ് ജുറൈജ്? പിന്നെ ആ ശിശുവിനോട് ചോദിക്കുന്നു, മന്നബൂക്ക്, നിൻ്റെ വാപ്പയാരാണ് എന്ന്. അപ്പോൾ പറയുന്നു, എൻ്റെ വാപ്പ ഇന്നാളാണ്, നിങ്ങളല്ല എന്ന് പറയുന്നു. ആ കുട്ടി ചെറുപ്രായത്തിൽ സംസാരിച്ച കുട്ടികളെ കൂട്ടത്തിൽപ്പെട്ടൊരു കുട്ടിയാണ്. ചെറുപ്രായത്തിൽ സംസാരിച്ചൊരു കുട്ടി ഈസാ നബി അലൈഹിസ്സലാം, എൻ്റെ ഉപ്പ നിങ്ങളല്ല എന്ന് പറയുമ്പോഴാണ് ജനങ്ങൾ വിശ്വസിച്ചത്. അത്രയും വലിയ മഹാനാണ്. എന്നിട്ട് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ വിളിക്ക്, ഉമ്മ ജുറൈജ് എന്ന് വിളിക്കുമ്പോൾ നമസ്കാരത്തിലായതുകൊണ്ട് വിളിക്കുത്തരം ചെയ്യാത്ത ഒറ്റ കാരണം കൊണ്ടാണ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ജുറൈജിലേക്ക് വല്ലാത്ത പരീക്ഷണം അള്ളാഹു കൊടുത്തത്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, അവരെ നൊമ്പരപ്പെടുത്തുന്നവർ, അവരെ കണ്ണീരിലാക്കി ഒളിച്ചോടുന്നവർ, അവരെ പട്ടിണി കടത്തുന്നവർ, ഒരു പൂച്ചയെപ്പോലും പട്ടിണി കടത്തിയതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഉമ്മയെ പട്ടിണി കടത്തി രോഗിയായ ഉമ്മാക്ക് ഭക്ഷണം നൽകാതെ വിഷമിച്ച ആളുകളുടെ ശിക്ഷകൾ എത്രയായിരിക്കും? ഉമ്മയെ വേദനിപ്പിക്കുന്ന മക്കളുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഈ ചെറിയ ജീവിതം മരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ശിക്ഷ ഇവിടെയും അനുഭവിക്കേണ്ടി വരും, പരലോകത്തും അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ഉമ്മയാണ് നമുക്ക് എല്ലാത്തിനും വലുത്. ആ ഉമ്മയുടെ മനസ്സെപ്പോഴും വേദനിപ്പിക്കരുത്. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം ഉമ്മയുടെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് വേണ്ടതുപോലെ നല്ലൊരു ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് പകരം ഉമ്മയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വീട് മാറി താമസിക്കുക, ഇതൊക്കെ ചെയ്യരുത്. പക്ഷേ വല്ലാത്ത ശല്യം ചിലപ്പോൾ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ആദ്യം കണ്ടറിയണം. ഭാര്യയോട് അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ് ഉമ്മയുടെ മുമ്പിൽ ഭാര്യയ്ക്ക് കൂടുതൽ സ്നേഹം നൽകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഉമ്മയുടെ മുമ്പിൽ ഓമനിക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ ഇതുവരേക്ക് പോറ്റി എൻ്റെ പൊന്നുമകൻ്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഓർത്തും പേടിച്ചുകൊണ്ടാണ് ഉമ്മ പല കളികളും അവിടെ കളിക്കുന്നുണ്ടാകാം. കാരണം ഇവൾ എൻ്റെ മകനെ കൊണ്ടുപോകുമോ? കാരണം എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നറിയോ? അവർക്ക് നിങ്ങളുടെ സ്നേഹം ഏറ്റവും വലുതാണ്. നിങ്ങൾ ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകരുത്. അവളോട് വെറുപ്പ് വന്ന് വീണ്ടും ആ സ്നേഹം എന്നിലേക്ക് തന്നെ തിരിച്ചു വരണമെന്ന ആഗ്രഹത്തിലാണ് അവർ ആ പല നാടകീയം അവിടെ കളിക്കുന്നത്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ, നമ്മുടെ കൺമുമ്പിലാകുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കുമ്പോൾ എന്തിനാണ് ഒരു പെണ്ണിൻ്റെ മനസ്സുമ്മ വേദനിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെ തോന്നാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മരുമക്കളായി വരുന്നവർക്ക് ചിന്തിക്കണം, ഞാൻ വലുതായാൽ നമുക്കും മരുമക്കളാകാനുണ്ട്. അപ്പോൾ ഉമ്മമാരും ചിന്തിക്കണം, ഇത് സ്വന്തം മകളെപ്പോലെ കാണണം. അവർക്ക് അവരുടേതായ ഒരു രഹസ്യ സംഭാഷണങ്ങൾക്കും അവരുമായി സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉമ്മമാർ ചെയ്തു കൊടുക്കണം. ഒരിക്കലും മക്കൾക്ക് നിങ്ങളുടെ സ്നേഹം കൂടൂല. അതിനൊക്കെ വകവെക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനോട് മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്, മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.